വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, ഇന്നത്തെ അനുമോദനം ഏറ്റുവാങ്ങാൻ വന്നിരിക്കുന്ന പ്രതിഭകളായ വിദ്യാർത്ഥികളെ, അവരുടെ രക്ഷിതാക്കളെ, അധ്യാപകരെ, ഇവിടെ എത്തിച്ചേരാൻ വൈകിയതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. 10 മണിക്ക് നിശ്ചയിച്ചൊരു പരിപാടിക്ക് ഞാൻ 10:10 എന്നെ പ്രസംഗിക്കാൻ വിളിച്ചത് 12:20. അതുകൊണ്ടാണ് വൈകിപ്പോയത്. അവിടെ പക്ഷേ അധ്യാപകരോടായിരുന്നു സംസാരിക്കേണ്ടത്. നിങ്ങളിവിടെ പ്രതിഭകളായ വിദ്യാർത്ഥികളാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കേരള വിഷൻ ഇന്ന് കേരളത്തിൽ എല്ലാവരെയും കണക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ആ കണക്ട് ചെയ്യുന്ന സ്ഥാപനം തന്നെ ഒരു വലിയ സ്ഥാപനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലെത്തിയത്. കേരള വിഷൻ നൽകുന്ന അനുമോദന പരിപാടിയിൽ ഞാൻ കേരളത്തിൽ ഇത് 2ാമത്തെ പരിപാടിയിലാണ്. തിരൂരിലും ഞാൻ പങ്കെടുത്തത്. അന്ന് തിരൂരിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുവഴി ഒരു മന്ത്രി കടന്നുപോയി. എൻ്റെ ശബ്ദം കേട്ടിട്ട് തിരിച്ചറിഞ്ഞ് മന്ത്രി കയറി വന്നു. അദ്ദേഹവും പ്രസംഗിച്ചു. അത് കടന്നപ്പള്ളിയായിരുന്നു. കടന്നപ്പള്ളി ഇന്നും ഞങ്ങളെ മിക്ക ദിവസം ഒരുമിച്ചുണ്ടാകുന്നതുകൊണ്ട് എൻ്റെ ശബ്ദം കേട്ടപ്പോൾ അദ്ദേഹത്തിന് പിന്നെ ജാടകളില്ലാത്തൊരു മനുഷ്യനായതുകൊണ്ട് ഒന്നും പ്രശ്നമില്ലാതെ വന്നു, സംസാരിച്ചു, കുറേയൊക്കെ സമ്മാനം കൊടുത്തു. ഏതായാലും നിങ്ങൾ ഇവിടെ പ്രതിഭകളായിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ പുരസ്കാരമാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നന്നായി, വളരെ ഗംഭീരമായി, നന്നായി പഠിക്കണം, ഇങ്ങനെ സ്ഥിരം ക്ലീഷേ കേട്ട് മടുത്തിട്ടുണ്ടാവില്ലേ? പലരെയും കുട്ടികളെ വിളിച്ചിരുത്തിയിട്ട് ഒരു മൊമെൻ്റോ കിട്ടാൻ വേണ്ടിയിട്ട് 2.5 മണിക്കൂർ പ്രസംഗം കേട്ടിരിക്കേണ്ട അവസ്ഥയാണ് കുട്ടികൾക്ക് ഇപ്പോൾ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളോട് പ്രത്യേകമായിട്ട് അങ്ങനെ ഒരു കുറേ അഭിനന്ദന വാക്കുകൾ കൊണ്ട് നിങ്ങളെ മൂടാനല്ല. നിങ്ങൾ പ്ലസ് ആവാൻ ഇനിയാണ് ശ്രമിക്കേണ്ടത് എന്നാണ്. എന്താ ഈ പ്ലസ്? നമ്മുടെ രാജ്യം പ്ലസ് ആയത് എപ്പോഴാണെന്ന് അറിയുമോ? ആ പ്ലസ് ആക്കിയ മനുഷ്യനെയാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവാക്കിയത്. ആരാത്? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. എന്താ ഈ കരംചന്ദ് ഗാന്ധി? മഹാത്മാഗാന്ധിക്ക് ഒരു പരീക്ഷയ്ക്ക് റാങ്ക് കിട്ടിയിട്ടില്ല, ഒരു സ്കൂളിൽ നിന്നും A+ കിട്ടിയിട്ടില്ല. അയാൾ രാഷ്ട്രപിതാവാക്കിയത് അദ്ദേഹത്തിന്റെ ഹെയർ സ്റ്റൈൽ കണ്ടിട്ടല്ല, ബോഡി ഷേപ്പ് കണ്ടിട്ടല്ല, 6 പാക്ക് വയറ് കണ്ടിട്ടുമല്ല. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന വാക്കിന്റെ അർത്ഥം സുകുമാർ അഴീക്കോട് വ്യാഖ്യാനിച്ച് തന്നിട്ടുണ്ട് നമുക്ക്. കർമ്മചിന്ത ഗാന്ധി എന്ന്. ചിന്തയും കർമ്മവും കൂട്ടിച്ചേർത്തു. ഗ്രാഫ് വരയ്ക്കുമ്പോൾ കർമ്മത്തെ X-ആക്സിസിലും ചിന്തയെ Y-ആക്സിസിലും വരയ്ക്കാം. അപ്പൊ X-ആക്സിസും Y-ആക്സിസും കർമ്മവും ചിന്തയും, അതാണല്ലോ പ്ലസ്. പ്ലസ് എന്ന ചിഹ്നത്തിൽ അർത്ഥം മനസ്സിലായോ? കർമ്മവും ചിന്തയും കൂട്ടിച്ചേർക്കണം. അങ്ങനെ ഇല്ലാത്തത് എന്തെങ്കിലും ഒന്ന് ഇന്ന് ഉണ്ടാക്കണം. എന്നാലേ ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്നതിന് അർത്ഥമുള്ളൂ. നിങ്ങൾ ആരും സ്കൂളിൽ ചേരുമ്പോൾ നിങ്ങളുടെ തൂക്കമോ നീളമോ വീതിയോ നോക്കിയിട്ടില്ല. TC തരുമ്പോൾ 5 കിലോ 300 ഗ്രാം കൂട്ടി തന്നിട്ടുണ്ട്, പ്ലസ് ആക്കി തന്നിട്ടുണ്ടെന്ന് ആരും കണക്ക് കൂട്ടിയിട്ടില്ല. നിങ്ങൾ കൂട്ടിയത് നിങ്ങളുടെ ഓർമ്മശക്തി മാത്രമാണെങ്കിൽ നിങ്ങളുടെ A+ മഹാബുദ്ധിത്തമാണ്. ഓർമ്മശക്തി കൂട്ടാനല്ല പരീക്ഷ. അതിലൂടെ നിങ്ങളുടെ ബുദ്ധിശക്തി വളർന്നോ എന്നാ ചോദ്യം. പലപ്പോഴും നമ്മുടെ പരീക്ഷയിൽ കുട്ടികൾക്ക് ഓർമ്മശക്തിയാണ് നോക്കുന്നത്. പക്ഷെ ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒന്നല്ല. ബുദ്ധിശക്തിയുടെ ഒരു ഭാഗം മാത്രമാണ് ഓർമ്മശക്തി. ബുദ്ധിശക്തി എന്ന് പറയുന്നത് അറിഞ്ഞ കാര്യങ്ങളെ നിങ്ങളുടെ നിലവിലുള്ള അറിവും നിങ്ങളുടെ അനുഭവവും സംസ്കാരവും ചിന്തയും വികാരവുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സ്വന്തം അറിവുണ്ടാക്കാൻ പറ്റുമോ എന്നാ ചോദ്യം. ആ ചോദ്യത്തിന് നോക്കാം. ഞാൻ ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങളെല്ലാവരും നല്ല വിവരമുള്ള കുട്ടികളല്ലേ? പെട്ടെന്ന് ഉത്തരം പറയണം. തേനുണ്ടാക്കുന്ന ആരാ? തേനീച്ച. ഉത്തരം പറഞ്ഞില്ലേ? നിങ്ങൾ ആലോചിച്ചില്ല. പൂവാണ്. തേനുണ്ടാക്കാൻ തേനീച്ചക്ക് അറിയില്ല. പൂവിൽ നിന്ന് തേന് ശേഖരിച്ച് തേനീച്ച അത് തേൻവലയിൽ കൊണ്ടുപോയി വെക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ പൂക്കളിലെല്ലാം തേനുണ്ടല്ലോ. കോടാനുകോടി വർഷമായിട്ട് ഈ ഭൂമിയിൽ പൂക്കളുണ്ട്. ആ പൂക്കളിലെ തേൻ മുഴുവൻ തേനീച്ചയും പൂമ്പാറ്റയും കുടിക്കുന്നില്ല. അതെല്ലാം മണ്ണിൽ പൊഴിഞ്ഞു പോയിട്ടും ഈ മണ്ണിനെന്താ മധുരമില്ലാത്ത? തേൻ ഏതൊരു ഭക്ഷ്യപദാർത്ഥം പോലെ 2 ദിവസം കൊണ്ട് കെട്ടുപോകും. 2 ദിവസം കൊണ്ട് കെട്ടുപോകും. അതിൻ്റെ ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന തേന്. പക്ഷെ നമുക്ക് കിട്ടുന്ന തേന് കെട്ടുപോകില്ല. ഔഷധ ഗുണമുണ്ട്, ഏറെക്കാലം നിൽക്കുന്നുണ്ട്. എന്താ? തേനീച്ച പൂവിൽ നിന്ന് ശേഖരിച്ച തേൻ അപ്പടി കൊണ്ടുപോയി തേൻവലിയിൽ വെച്ചാൽ
അത് സ്വാഭാവികമായി കിട്ടുപോകും. അത് കുടിച്ച് സ്വന്തം എൻസൈം ചേർത്ത് ദഹിപ്പിച്ചിട്ട് സ്വന്തം തേനാക്കി മാറ്റും. അപ്പോഴാണ് അത് ഔഷധമാവുന്നത്. മക്കളെ, നിങ്ങൾ തേനീച്ചകളാണ്. നിങ്ങൾ തേനീച്ചകളാണ്. നിങ്ങളുടെ പാഠപുസ്തകങ്ങൾ പൂക്കളാണ്. അതിൻ്റെ അറിവാണ് തേൻ. അത് ശേഖരിച്ച് ഓർമ്മശക്തിയായിട്ട് ഇവിടെ കൊണ്ടുപോയി വെക്കലല്ല നമ്മുടെ ജോലി. അതിൽ നിങ്ങളുടെ അനുഭവവും ചിന്തയും വികാരങ്ങളും സ്വന്തം ബുദ്ധിയും ചാലിച്ച് ചേർത്തിട്ട് നിങ്ങളുടെ സ്വന്തം അറിവാക്കി മാറ്റിയോ? അതാ ചോദ്യം. അപ്പോൾ അതവിടെ കിടക്കും, ആവശ്യമുള്ളപ്പോൾ ഉപകരിക്കും. സ്വന്തമാം ബുദ്ധിയില്ലാത്തോനന്തമെന്നേ പഠിക്കലും ശാസ്ത്രാർത്ഥമറിയാ കയ്യിൽ കറിസ്വാദ് കണക്കിനെ എന്നൊരു ചൊല്ലുണ്ട്. സ്വന്തമായ ബുദ്ധിയില്ലാത്തവൻ അറ്റമില്ലാതെ പഠിച്ചിട്ടും അതിൻ്റെ ശാസ്ത്രീയമായ അർത്ഥമറിയില്ല. ഏതുപോലെ കയ്യിൽ കറിസ്വാദ് കണക്കിനെ. കയ്യിൽ എന്ന് പറഞ്ഞാൽ തവിയില്ലേ വിളമ്പുന്ന ചിക്കൻ കറിയും മീൻ കറിയും സാമ്പാറും പച്ചടിയും ഓലും എല്ലാം വിളമ്പുന്ന ഈ തവിക്ക് ഇതുവരെ ഒരു കറിയുടെ ടേസ്റ്റ് മനസ്സിലായിട്ടില്ല. നിങ്ങൾ തവിയാകരുത്, കയ്യിലാകരുത്. കെമിസ്ട്രിയും ബയോളജിയും ഫിസിക്സും മലയാളം ഇംഗ്ലീഷും ഹിന്ദിയും ഹിസ്റ്ററിയും മുക്കിയിട്ട് ഉത്തര പേപ്പറിൽ വിളമ്പുന്ന കയ്യിലല്ല നിങ്ങൾ. അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ അറിയണം. ഓരോന്ന് കണ്ടാൽ എന്താന്ന് ചോദിക്കണം. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ലീവാ അല്ലേ? സെക്കൻഡ് സാറ്റർഡേ എങ്ങനെയാ പൊതു അവധിയായെന്ന് അറിയുന്ന ആരും കൊണ്ടുപോയില്ല. ഒന്ന് കൈ നോക്കും. സെക്കൻഡ് സാറ്റർഡേ എങ്ങനെയാ പൊതു അവധിയായി? എന്താ തേർഡ് സാറ്റർഡേ ആവാഞ്ഞേ? പോട്ടെ, അറിവില്ലായ്മ ഒരു കുറ്റമല്ല. പക്ഷെ അതെങ്ങനെയാ ഉണ്ടായത് ഇതുവരെ നിങ്ങൾ ഒന്നിക്കിലേതും മാഷോട് ചോദിച്ചോ, വലിയ ഗൂഗിളിൽ സെർച്ച് ചെയ്തോ? എന്താ സെക്കൻഡ് സാറ്റർഡേ ലീവ് വന്നതെന്ന് ചോദിച്ചോ? ഇല്ല. നമ്മളെല്ലാവരും സെക്കൻഡ് സാറ്റർഡേ ലീവ്, നമുക്ക് ലീവ്. എന്തുകൊണ്ട് ഞായറാഴ്ച അവധി? എല്ലാവരും ഞായറാഴ്ച അവധി, നമുക്ക് അവധി. ആഴ്ചകൾ 7: ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, പിന്നെ വ്യാഴം, വെള്ളി, ശനി. ആഴ്ചകൾ 7. അത് 7ൻ്റെ കണക്ക് അതെട്ടായാലും ആഴ്ച 7 ദിവസമാക്കി പരിമിതപ്പെടുത്താൻ കാരണം എന്താ? ഇതുവരെ ചോദിച്ചോ? മണിക്കൂറിന് എങ്ങനെ 60 മിനിറ്റായേ? അന്വേഷിച്ചോ? എന്തുകൊണ്ട് ഒരു ദിവസത്തിന് 24 മണിക്കൂറായി? അന്വേഷിച്ചോ? ഇല്ല. ഇത് അധ്യാപകരിങ്ങനെ വിളമ്പി തരും അല്ലേ? അത് നിങ്ങൾ വാങ്ങും. എന്തിനാ വാങ്ങുന്ന? മാഷ് ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കാൻ. തിരിച്ചു കൊടുത്താൽ മോളിഞ്ഞു വാ കേട്ടോ. പേടിക്കണ്ട, ചോദ്യം ചോദിക്കില്ല. ഇവിടെ നിൽക്ക്. എന്താ മോളെ പേര്? ദിയ. നല്ല പേര്. എന്താ വന്ന വകയിൽ എൻ്റെ ഫോണും ദിയക്ക് കൊടുത്തു. ഞാൻ എന്തിനാ? അവൾ ചോദിച്ചിട്ട് കൊടുത്തല്ല, വന്ന വകയിൽ ഞാൻ കൊടുത്തു. എന്തിനാ കൊടുത്തെന്ന് ഒരു പിടിയില്ല അവൾക്ക്. അവൾ ഫോണും എടുത്തിട്ട് എന്നെ നോക്കുക, നിങ്ങളെ നോക്കുന്നല്ലാതെ ആ ഫോൺ നോക്കിയ അത് ഏത് കമ്പനിയാന്ന് നോക്കിയ ഞാൻ കൊടുത്തുകൊണ്ട് വാങ്ങി. അവൾ എന്തിനാ ഇപ്പൊ കൈ പിടിക്കുന്നത്? ഞാൻ ചോദിച്ചാൽ തിരിച്ചു തരാൻ. എന്നാ തന്നെ ഇപ്പൊ ദിയയുടെ കയ്യിൽ ഫോണുണ്ടോ? ഇല്ലല്ലോ. ഇതുപോലെ മാഷന്മാർ കുറെ ഉത്തരം നിങ്ങൾക്ക് വളർന്നു. നിങ്ങൾ വാങ്ങും. എന്തിനാവോ? ഏതിനാവോ? മാഷ് തന്ന് വാങ്ങണ്ടേ? വാങ്ങി. എന്തിനു വാങ്ങി? മാഷ് ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കാൻ. എപ്പോഴാണ് മാഷ് ചോദിക്കുക? പരീക്ഷയ്ക്ക് ചോദിച്ചു, നിങ്ങൾ തിരിച്ചു കൊടുത്തു. ഞാൻ ചോദിച്ചപ്പോൾ ദിയ ഫോണ് തിരിച്ചു തന്നു. ഇപ്പൊ ദിയയുടെ കയ്യിൽ ഫോണില്ല. പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഉത്തരവില്ല. 8 കഴിഞ്ഞ് 9-ലെത്തുമ്പോൾ 8-ലെത്തും. 9 കഴിഞ്ഞ് 10-ലെത്തുമ്പോൾ 9-ൽ പോയി. 10ാം ക്ലാസ് കഴിഞ്ഞ് +1 ചേരുമ്പോൾ 10-ൽ പോയി. എന്ത് കുന്തത്തിന് പഠിക്കുന്നത്? മാഷ് അടുത്ത് വാങ്ങിയത് മാഷിന് തിരിച്ചു കൊടുക്കാനോ? അതിന് പകരം ചോദ്യം ചോദിക്കണം കേട്ടോ. 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7-ൽ. ഏത് സ്കൂളാണ്? ചിന്മയ സ്കൂൾ. ചിന്മയ സ്കൂളിൽ നമ്പറില്ലേ 1, 2, 3, 4 എന്നുള്ള 1, 2, 3. 1, 2 വലുത്? 2ആണ്. ചിന്മയ സ്കൂൾ 2ആണല്ലേ? എൻ്റെ അച്ഛൻ എത്ര മക്കളുണ്ട്? 2. ഒന്നാമത്തെ ആളാരാ? ചേച്ചി. രണ്ടാമത്തോ ആരാ വലുത്? അപ്പോൾ ഒന്നല്ലേ വലുത്? വീട്ടിലെത്തുമ്പോൾ 1 വലുത്, സ്കൂളിലെത്തുമ്പോൾ 2 വലുത്. അത് നാളെ കണക്കിൻ്റെ മാഷോട് ചോദിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ചോദ്യം ചോദിക്കണം. നമ്മുടെ രാജ്യം ചോദ്യങ്ങളില്ലാത്തതിൻ്റെ പേരിൽ പിന്നോട്ട് പോയ രാജ്യമാണ്. അറിവിന്റെ കാര്യത്തിൽ നമ്മൾ നമ്പർ 1. പാശ്ചാത്യ രാജ്യക്കാര് പറയുന്നത് വിസ്ഡം അറൈസ് ഫ്രം ഈസ്റ്റ്, വിവേകം കിഴക്ക് നിന്നുദിക്കുന്നു എന്നാണ്.
അവര് പാശ്ചാത്യ കിഴക്ക് എന്ന് പറഞ്ഞാൽ നമ്മളാ. കാരണം എന്താ നോക്കൂ, കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് 1000 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഞാൻ ഇന്നലെ മുതൽ എനിക്കൊരു അത്ഭുത ഒരു പുസ്തകത്തെ ഒരാൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കൽഹണന്റെ പുസ്തകമാണ്. പുസ്തകത്തിൻ്റെ പേര് ശാരദ എന്നാണ്. ശാരദ എന്ന് പറഞ്ഞാൽ നോവലില്ലേ ചന്തുമേനോന്റെ രണ്ടാമത് കംപ്ലീറ്റ് ആക്കാത്ത നോവൽ, അതൊന്നുമല്ല. ശാരദ എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു ജമ്മു കാശ്മീരിൽ. ആ യൂണിവേഴ്സിറ്റി അവിടെ സാഹിത്യം മാത്രമല്ല സകല വിഷയങ്ങളും പഠിപ്പിക്കുമായിരുന്നു. അവിടുന്ന് പഠിച്ചിട്ട് അതേ പേരിൽ ഒരു വിദ്യാപീഠമുണ്ടാക്കി കർണാടകത്തിൽ ശങ്കരാചാര്യർ. അതാ ശാരദാപീഠം. മനസ്സിലായോ? അത്രയും അത്ഭുത യൂണിവേഴ്സിറ്റി ആയിരുന്നു. അതിനെപ്പറ്റിയാണ് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കിപ്പോൾ അടുത്ത അങ്ങനെ ഒരു അറിവ് കിട്ടിയത്. അത്രയും വിവരമുള്ളവരുണ്ടായിരുന്നു. നളന്തയും തക്ഷശിലയും ഉണ്ടായിരുന്നു. മഹാഭാരതം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 10-20,000 കഥാപാത്രമുണ്ട്. ഒരു ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെ പേര് മാഷമാർക്ക് അറിയാം. 20,000 കഥാപാത്രത്തിന്റെ പേര് മറന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാണ്ട് ഇത് എഴുതി വെച്ചില്ലേ? എത്ര വലിയ കഥയാണ്! 1,64,000 ശ്ലോകം. രാമായണം, അഷ്ടാദശ പുരാണങ്ങൾ, വേദം, ഉപനിഷത്ത്, വേദാന്തം, ഗീത, ഇതൊക്കെ എഴുതിയ നാടാ ഇന്ത്യ. അതെല്ലാം പോട്ടെ, മെന്റലിയഫിന്റെ പട്ടിക പഠിച്ചില്ലേ? മൂലകങ്ങൾ, ഓക്സിജൻ, നൈട്രജൻ എല്ലാം പറഞ്ഞിട്ട് മൂലകങ്ങൾ 104 മൂലകം, പിന്നെയും കൂട്ടി മൂലകങ്ങൾ വർദ്ധിച്ചു. ഈ മൂലകങ്ങളുടെ പ്രത്യേക രാസത്വരകം എന്തെന്ന്, അതെന്താ ആൽക്കലിയാണോ ആസിഡാണോ എന്നോ കണ്ടെത്തി ടെസ്റ്റ് ട്യൂബിലും ഫണലിലും രാസപരീക്ഷണങ്ങളും നടത്തി, ലാബറട്ടറികളിൽ പരീക്ഷണം നടത്തി, മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് വൈറസും ഫംഗസും ബാക്ടീരിയയും